ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻസ് ആയിരുന്നു ഇപ്പം നടന്നത്. ജയിലിൽ പോകാനായിട്ട് ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടി തെരഞ്ഞെടുത്തത് ജിസേലിനെയും ലക്ഷ്മിനെയുമാണ്. ലക്ഷ്മിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇന്നലത്തെ ആ ഒരു പ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് ലക്ഷ്മിക്ക് 14 നോമിനേഷൻസ് ആണ് ലഭിച്ചത്. 14 നോമിനേഷൻസ് എന്നുവെച്ചാൽ ലക്ഷ്മി ഒഴികെയുള്ള എല്ലാവരും ലക്ഷ്മിയുടെ പേരാണ് പറഞ്ഞതെന്ന് സാരം. ജിസേലിന് ലഭിച്ചത് 8 നോമിനേഷൻസ് ആണ്. അതിന് കാരണം ആ ഒരു ആലു പറാത്ത കേസാണ്. മെയിനായിട്ടും ആ ഒരു ആലു പറാത്ത കേസ് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ആലു പറാത്ത ഉണ്ടാക്കി കഴിച്ച ആ ഒരു കാര്യവും പിന്നെ ടോയ്ലറ്റ് ക്ലീനിങ് ഡ്യൂട്ടി നന്നായിട്ട് ചെയ്തില്ല എന്നും അങ്ങനെയൊക്കെ കുറെ കാരണങ്ങൾ എല്ലാവരും ജിസേലിനെതിരെ പറയുന്നുണ്ട്. അഭിലാഷ് ഒക്കെ ഈ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും നന്നായിട്ട് ജോലി ചെയ്തു, ടോയ്ലറ്റിന്റെ ക്യാപ്റ്റൻ ആക്കിയതുകൊണ്ട് മാത്രം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് ചെയ്തില്ല എന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവര് ആണ് ഈ ആഴ്ച ജയിലിൽ പ്രവേശിക്കുന്ന 2 പേര്, ലക്ഷ്മി ആൻഡ് ജിസേൽ. ജയിലിൽ ഇവർ 2 പേരും കൂടി എന്തൊക്കെ തന്ത്രങ്ങൾ മെനയും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഡിസേർവിംഗ് ആയിട്ടുള്ള 2 പേര് തന്നെയാണ് ഈ ആഴ്ച ജയിലിൽ പ്രവേശിക്കുന്നത്. നല്ലൊരു പണി തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ലക്ഷ്മിയൊക്കെ അത്രയും ആ ലെവലിലുള്ള വൃത്തികെട്ട ഡേർട്ടി ഗെയിം അവിടെ കളിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ജയിൽ ടാസ്ക് തന്നെ കൊടുത്തിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ജിസയിലും ഇത്തിരി ഒരു പണി ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ആഴ്ച നല്ല വീക്കായിട്ട് നിന്ന് കളിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിസയിൽ. നന്നായിട്ട് കളിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.